നമ്മുടെ പീരീഡ്സിൻ്റെ 4ാമത്തെ ഭാഗത്തെയാണ് നമ്മൾ ലൂട്ടിയൽ ഫേസ് എന്ന് പറയുക. അതായത് ഒരു ഓവുലേഷന് ശേഷം അടുത്ത പ്രാവശ്യത്തെ മെൻസസ് വരുന്നതിനിടയിലുള്ള 10-12 ദിവസത്തെയാണ് നമ്മൾ ലൂട്ടിയൽ ഫേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ സമയത്തും വളരെ വ്യക്തമായിട്ടുള്ള ഫിസിക്കൽ മെൻ്റൽ വ്യത്യാസങ്ങൾ നമുക്ക് ഓരോ സ്ത്രീക്കും ശ്രദ്ധിച്ചാൽ ഫീൽ ചെയ്യാനാകും. ഈ സമയത്ത് ഏറ്റവും വലിയൊരു പവർ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫോക്കസ്ഡ് ആകും, സ്വന്തം കാര്യങ്ങളിലേക്കും സ്വന്തം ചുറ്റുപാടുകളിലേക്കും കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മാറ്റം. നമ്മൾ പറഞ്ഞു ഫോളിക്കുലാർ ഫേസിൽ കൂടുതൽ സോഷ്യലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, അതായത് പുറമെ ചുറ്റുപാടുകളോട് കൂടുതൽ ഇടപെടാനുള്ള ഒരു സാഹചര്യം, ഒരു ആഗ്രഹം സ്ത്രീകൾക്കുണ്ടാവുമെന്നുള്ളത്. എന്നാൽ ഈ ലൂട്ടിയൽ ഫേസിൽ കുറച്ചുകൂടെ ഉൾവലിയാനുള്ളൊരു പ്രവണതയാണ് പലപ്പോഴും സ്ത്രീകൾ പ്രകടിപ്പിക്കാറ്. ഒരു സ്വന്തം ജീവിതത്തെപ്പറ്റി ഒന്ന് അസസ് ചെയ്യാനും സ്വന്തം ഇമോഷണൽ കാര്യങ്ങളിൽ, സ്വന്തം വ്യക്തിപരമായ കുറേ കാര്യങ്ങളിൽ ആലോചനകൾ കൂടുതലാവുന്ന സമയമാണ് ലൂട്ടിയൽ ഫേസ്. വേറൊരു പ്രത്യേകത, വളരെ ഡീപ്പ് ക്ലീനിങ്ങിനുള്ളൊരു ടെൻഡൻസി പലപ്പോഴും സ്ത്രീകൾക്ക് കാണാറുണ്ട്. അതായത് ഇതുവരെ കാണാത്ത പല അഴുക്കുകളും പല കാര്യങ്ങളും നമുക്ക് വൃത്തിയില്ലായ്മയും ഒക്കെ ആ സമയത്ത് ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതായത് ഫാനിലെ പൊടി ഇതൊക്കെ ക്ലീൻ ചെയ്യാനൊരു ടെൻഡൻസി, ഒരു തോന്നൽ വരുന്നത് പലപ്പോഴും ലൂട്ടിയൽ ഫേസിലായിരിക്കും. സാധനങ്ങൾ കൃത്യമായി അടുക്കി വെക്കാനുള്ളൊരു പ്രവണത, അങ്ങനെ സ്വന്തം ചുറ്റുപാടുകളെ കുറച്ചുകൂടെ വൃത്തിയാക്കി വെക്കാനുള്ള ഒരു പ്രവണത ഈ സമയത്ത് കൂടുതലായിരിക്കും. ഓവുലേഷൻ കഴിഞ്ഞിരിക്കുന്നതിനാൽ തന്നെ പ്രൊജസ്ട്രോൺ അധികമായി നിൽക്കുന്നൊരു ഫേസ് ആയിരിക്കും ലൂട്ടിയൽ ഫേസ്. പ്രൊജസ്ട്രോൺ അധികമാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും കുറച്ച് വിശ്രമിക്കാനുള്ള ഒരു റിലാക്സിങ് ഹോർമോൺ കൂടിയാണ് പ്രൊജസ്ട്രോൺ. അതായത് ഓവുലേഷന് മുൻപുണ്ടായിരുന്ന ആ സ്പീഡോടുകൂടി നമുക്ക് പലപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കുറച്ചുകൂടെ സാവധാനമായിരിക്കും നമുക്ക് ജോലികളൊക്കെ തീർക്കാൻ സാധിക്കുക. കൂടാതെ നമ്മുടെ മെറ്റബോളിസം വളരെ കൂടുന്നൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് കൂടുതൽ വിശപ്പ് തോന്നുക, കൂടുതൽ ക്രാവിങ്സ്, മധുരം തിന്നാൻ, അതും ഇതുമൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ തിന്നാനുള്ള തോന്നൽ വരുന്നതും ഈ ലൂട്ടിയൽ ഫേസിലാണ്. കുറച്ചുകൂടി സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് ചിന്തിക്കുന്നതിനാലും പ്രവർത്തിക്കുന്നതിനാലൊക്കെ സ്ട്രെസ് ഉള്ളവർക്ക് അത് കൂടുതൽ തോന്നാനും സന്തോഷമുള്ളവർക്ക് കൂടുതൽ സന്തോഷം തോന്നാനും സാധ്യത ലൂട്ടിയൽ ഫേസിലുണ്ട്.